കേരളത്തിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ പി.എ. റസാഖ് മൗലവി പറഞ്ഞു. പുതുതായി ചുമതലയേറ്റ ശേഷം മണ്ണാർക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മികച്ച സേവനം ഉറപ്പാക്കും. ടൂറിസത്തിനു പുറമെ വനംവകുപ്പിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളിൽ വിപണി മൂല്യമുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. ചന്ദനം ഉൾപ്പെടെയുള്ള മരങ്ങളാണ് വെച്ചുപിടിപ്പിക്കുക. മലമ്പുഴയിൽ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്നും റസാഖ് മൗലവി പറഞ്ഞു. ബിസിനസ് സംബന്ധമായ അതുപോലെ വിപണിയിൽ നല്ല വില കിട്ടുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ, അത് വിപണനം നടക്കുക, അതാണ് KFDCയുടെ പ്രധാന ലക്ഷ്യം. ആവർത്തിക്കാൻ വനസമ്പത്തുകൾ സംരക്ഷിക്കാൻ, നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ, അതോടൊപ്പം വിപണിയിൽ നല്ല മൂല്യമുള്ള നാണ്യ വിളകൾ അതായത് വിൽപ്പന അതുമായി ബന്ധപ്പെട്ട് നല്ല തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അത് വിപണിയിൽ വിൽപ്പന നടത്തുക, അതാണ് KFDCയുടെ പ്രധാന ലക്ഷ്യം. പിന്നെ അതിൻ്റെ മൂലധനം എന്ന് പറയുമ്പോൾ 90% സംസ്ഥാന ഗവൺമെൻറ്റും 10% സെൻട്രൽ ഗവൺമെൻറ്റാണ്. വരുമാനത്തിലെ 70% ഈ മരങ്ങൾ മുറിച്ച് വിറ്റ് ലഭിക്കുന്ന സാമ്പത്തികമായ വരുമാനമാണ്. രണ്ടാമത്തെ നാണ്യ വിളകൾ അത് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ 5%. ബാക്കി വരുന്ന 25% ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വരുമാനം. NCP നേതാക്കളായ P. അബ്ദുൾ റഹ്മാൻ, ഷൗക്കത്ത് അലി കുളപ്പാടം, P. മൊയ്തീൻകുട്ടി, അബ്ദുള്ള മാസ്റ്റർ, രതീഷ്, മുഹമ്മദ് ഷരീഫ് KP എന്നിവരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.